ഏങ്ങിക്കരുന്നതിനെ കുറിച്ച് മലയാളികൾ ഒരാഴ്ച ചർച്ച ചെയ്ത് മലയാളി മുസ്ലിങ്ങൾ അയ്യയ്യേ അയ്യയ്യേ നാട് വിട്ടാലും തോന്നിപ്പോക. എനിക്ക് ഒരു വയോവൃദ്ധനായ മനുഷ്യന് ഏങ്ങിക്കരിഞ്ഞുപോയി ഒരു പ്രഭാഷണ മധ്യേ. അതിനെ കാച്ചാൻ എന്തിടെ നിങ്ങൾക്കൊക്കെ പറ്റിയത്? അയ്യയ്യേ അയ്യയ്യേ, അത്ര സംസ്കാരം അതപ്പതിച്ചോയോ? ഒരു വയസ്സിന് ഏങ്ങിക്കരയാൻ അവകാശമില്ലേ? അയ്യയ്യേ, എന്നിട്ട് അയാളെ കളിയാക്കുക. അയ്യയ്യേ അയ്യയ്യേ, എന്തിനാ നിങ്ങളൊക്കെ നിസ്കരിക്കണേ? അയ്യയ്യേ അയ്യേ. ഒരു പ്രഭാഷണ മധ്യേ ഒരു വയോവൃദ്ധനായ മനുഷ്യൻ, വയോവൃദ്ധനായ ഒരു മനുഷ്യൻ ഏങ്ങിക്കരഞ്ഞുപോയി. അതിനെ മലയാളി മാപ്പിളമാരിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിയാക്കന്മാർ അയ്യയ്യേ ഇവരുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നല്ലോ, അയ്യയ്യേ അയ്യേ അയ്യയ്യേ അയ്യേ. എത്ര സംസ്കാരം നശിച്ചിട്ടുണ്ട് മലയാളി മാപ്പിളമാരുടെ. മുസ്ലിയാക്കന്മാര് അയ്യയ്യേ, എൻ്റെ മുസ്ലിയാക്കന്മാര്. അതിലും കുറ്റം കണ്ടാൽ പിന്നെ എവിടെ നമ്മൾ ഇനി എവിടെ പോകും? അതിലും കുറ്റം. ഒരാൾ കരഞ്ഞാൽ കുറ്റം, ഒരാൾ ഏങ്ങിക്കരഞ്ഞാൽ കുറ്റം, അതിന് കുറ്റം. അതും കാപട്യമാണെങ്കിൽ പിന്നെ എവിടെ നമ്മൾ എത്തിപ്പോവാ? ഒരാൾ ഏങ്ങിക്കരഞ്ഞു, തൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തെ ഓർത്ത് കരഞ്ഞുപോയി. അയാൾക്കതിന് അവകാശമില്ലേ? ഉണ്ടോ അല്ലേ? അയാളെ പ്രശംസിക്കല്ലേ വേണ്ട? അയ്യയ്യന്റെ സിരിയാക്കന്മാരെ താടി പഠിച്ചു പോടാ, താടി വെച്ച് താലേ കെട്ടി നടക്കുക ഓരോരുത്തരും. എന്നിട്ട് ഖുർആനും ബൈബിളും മഹാഭാരതവും ചർച്ച ചെയ്യാവൻ ഇവിടെ കൂടിയിട്ട് അയ്യയ്യൊക്കെ എത്ര വലിപ്പുണ്ടല്ലടാ. ഇസ്ലാമിനെ പ്രചരിപ്പിക്കേണ്ടത് നിന്റെ താടി കൊണ്ടല്ല, നിന്റെ മനുഷ്യത്താണ്. ഒരു വയോവൃദ്ധനായ മനുഷ്യൻ ഈ കഴിഞ്ഞ ആഴ്ച തേങ്ങിക്കഴിഞ്ഞു.